ഞാനിവിടെ വന്ന് പഠിച്ചതും തന്ത്രിയിൽ നിന്ന് കേട്ട് പഠിച്ചതും എൻ്റെ പൂർവ്വരിൽ നിന്ന് കേട്ട് പഠിച്ചതും ഇത് ചെന്തുപ്പ് എന്നൊരു പേരുണ്ടായത് തന്നെ ഈ ശിലയിൽ നിന്നും ഇവിടുത്തെ ആചാര അനുഷ്ഠാനങ്ങളിൽ നിന്നുമാണെന്ന് അറിയാൻ കഴിഞ്ഞത്. കാര്യം ഇവിടുന്ന് വടക്കോ തെക്കോ ഭാഗത്ത് മാറി ഒരു ചെതപ്പ് നിലം ഉണ്ടായിരുന്നു എന്നും അതിനകത്തൊരു ബ്രാഹ്മണന് പൂർവികരെ തലമുറകൾക്ക് മുമ്പ് ആ ചെന്തുപ്പിൽ ചവിട്ടിത്താഴ്ത്തി ആ കുടുംബം, ആ ബ്രാഹ്മണ കുടുംബത്തിൻ്റെ ശബ്ദം നിലവിളിച്ച് ഓടുകയും ചെയ്യുന്നു. അങ്ങനൊരു പേര് കേട്ടതായിട്ട് ഒരു സൂചന കിട്ടിയിട്ടുണ്ട്. അപ്പം പൂർവികമായിട്ട് ഈ വിഗ്രഹത്തിനും ഉപ്പിൻ്റെ രസമുണ്ടെന്നും തന്ത്രിയുടെ അംശത്തിൽ ഞാൻ എനിക്കൊന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അങ്ങനെയാണ് ഈ ദേശത്തിനും ക്ഷേത്രത്തിനും പണ്ട് ഒരു ബ്രാഹ്മണ കുടുംബം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിന്, അതായത് പറഞ്ഞു കേട്ട അറിവ് വരുവാണെങ്കിൽ 1000ഓളം വർഷങ്ങൾ പഴക്കമുണ്ട്. ആ പഴക്കമുള്ള ക്ഷേത്രത്തിൽ മാറാരോഗങ്ങൾക്ക് ഇവിടെ ഒരു വിശേഷാൽ നിവേദ്യം ഉണ്ടായിരുന്നു എന്നിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ശർക്കര കൊണ്ട് നിവേദിച്ച് പ്രസാദം ഭക്ഷിച്ചാൽ ഏത് രോഗത്തിനും ഒരു ശമനം ഉണ്ടാകുമെന്ന് ഞങ്ങളുടെ പൂർവികതയിൽ തന്നെ കേട്ടിട്ടുണ്ട്. അത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഞാൻ കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തിൽ എനിക്ക് 3 വർഷക്കാലം മേൽശാന്തിയായും ഭഗവാന്റെ ഇഷ്ടനിവേദ്യമായ ഉണ്ണിയപ്പ നിവേദ്യം ഉണ്ടാക്കി കൊടുക്കുവാനും എനിക്ക് കിട്ടി. ഞാൻ ഈ ഒരു ദേശത്ത് വരുമ്പോൾ ഇവിടുത്തുകാർക്കൊരു 90% അറിയില്ല ഞാൻ ഈ ദേശത്തുകാരൻ തന്നെയാണ്. പൂർവിക ബ്രാഹ്മണരെന്ന് പറയുന്നത് ചിലപ്പോൾ എൻ്റെയോ അപ്പൂപ്പന്മാരായിരിക്കും. ഇവിടുന്ന് ഒരു 5 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ എൻ്റെ കുടുംബം. ചെന്തിട്ട ഭഗവതി ഇവിടെ അടുത്താണ്, എൻ്റെ മൂലസ്ഥാനമാണ്. അപ്പോൾ അതും ഇതും കൂടെ സഹോദര ബന്ധങ്ങളുണ്ടായിരുന്നു എന്ന് എൻ്റെ അപ്പൂപ്പന്മാരോടൊക്കെ അന്വേഷിച്ചപ്പോൾ, ആ തലമുറയിലുള്ളവരോട് അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ ഒരു ഭദ്രകാളി ദേവി സേവിക്കാനും ഭദ്രകാളി ഉപസിക്കാനും എനിക്ക് പറ്റി. ഈ ഒരു മഹാക്ഷേത്രത്തിൽ ഈ 1200-ാം ആണ്ട് മീനമാസത്തിലെ രേവതിയിൽ എടുത്തിരിക്കുന്ന മുഹൂർത്തത്തിൽ ആദിപരാശക്തിയായ ഭദ്രകാളിയെ, ഗണപതി, ദുർഗാദേവിയെ പ്രതിഷ്ഠിക്കുമ്പോൾ ഒന്നുകൂടി എനിക്കെടുത്ത് പറയാനുള്ളത്, ഞാനിവിടെ വരുമ്പോൾ ശ്രീകോവിലിൻ്റെ വടക്ക് കിഴക്കേ മൂലയിൽ ഒരു നിലവിളക്ക്. അപ്പോൾ ഇവിടെ ഭരണസമിതിയോട് ചോദിച്ചവും പറഞ്ഞത് ഏതോ ഒരു ശാന്തിക്കാരൻ ദുർഗാദേവിയുടെ മൂലമന്ത്രം ജപിച്ചു, അത് കാരണം ദുർഗാ ശക്തിയും കൂടെ ഇവിടെ വന്നു. പക്ഷേ എന്നിലൊരു ചൈതന്യം എനിക്ക് വേറെ കിട്ടി. എന്നിലല്ല, എനിക്ക് കാണാൻ പറ്റി ഇവിടുത്തെ ഒരു ചൈതന്യം. ഞാൻ കൊട്ടാരക്കര ഗണപതിയെ സേവിച്ചപ്പോൾ ഇവിടെ ഗണപതി വിഗ്രഹമില്ല, ഗണപതിക്ക് സ്ഥാനമില്ല, ഒന്നുമില്ല. എനിക്ക് തന്നെ ഇവിടെ ഒരു ഗണപതിയെ പ്രതിഷ്ഠിക്കാനും കൊണ്ടൊരു അനുഗ്രഹം ഭഗവാൻ തന്നു. ആ കൊട്ടാരക്കര ഗണപതിയുടെ ചൈതന്യം തന്നെ ഇവിടെയും ഉണ്ടാകട്ടെ എന്ന് ഈ സമയം ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കാര്യം ഇവിടെ ഒരു ഗണപതിക്ക് വിളക്ക് വയ്ക്കുകയോ ഗണപതി സങ്കല്പമോ ഇല്ലാത്ത ഈ ക്ഷേത്രത്തിൽ ഞാൻ വന്ന് കയറിയപ്പോൾ പുതുതായൊരു ഗണപതി വിഗ്രഹവും കൂടെ പ്രതിഷ്ഠിക്കുകയാണ്. അപ്പോൾ ഈ രേവതി നക്ഷത്രത്തിൽ നടക്കുന്ന ഈ പുനഃപ്രതിഷ്ഠാ ചടങ്ങിൽ എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടാവണം. ഈ ദേശത്തുള്ള എല്ലാവരും ഈ ആദിപരാശക്തിയുടെ ചൈതന്യം എന്താണെന്ന് അറിഞ്ഞ് മനസ്സിലാക്കി വന്ന് ഈ ക്ഷേത്രത്തെ വളരെ ഉയർച്ചയിലേക്ക് എത്തണമെന്നും എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് വിനീത് എന്നാണ്. ഞാൻ പ്രാവശ്യത്തെ ഉത്സവ കമ്മിറ്റിയുടെ പ്രസിഡൻ്റായി ഇപ്പോൾ നിൽക്കുകയാണ്. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെയാണ് ഇപ്രാവശ്യം ഉത്സവവും പ്രതിഷ്ഠയും എല്ലാം ഒരുമിച്ച് ഒരേ തൊട്ടടുത്ത ദിവസങ്ങളിൽ വന്നിരിക്കുകയാണ്. അതിൻ്റെ ഒരു ആഘോഷം ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാൻ കഴിയുന്നതാണ്. ഒട്ടനവധി ഭക്തജനങ്ങളാണ് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. ആഘോഷങ്ങളൊന്നും കുറയ്ക്കാതെ എല്ലാം മുന്നോറ്റ രീതിയിലാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ 8 ദിവസത്തെ പ്രതിഷ്ഠാകർമ്മങ്ങളും ഉത്സവവും കൂടെയാണ് മുമ്പോട്ട് പോകുന്നത്. ആ 8 ദിവസവും ആഘോഷത്തോടെയാണ് പോകുന്നത്. വളരെ മികവാർന്ന കൈകൊട്ടി, ഈ തനത് ഈ നാട്ടിൻ പുറത്തെ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് കൈകൊട്ടിക്കളിയായാലും വിളക്കാട്ടമായാലും അങ്ങനെ തുടങ്ങുന്ന ഒട്ടനവധിയായിട്ടുള്ള പരിപാടികൾ ഉൾപ്പെടുത്തി വളരെ മികച്ച രീതിയിൽ നാളെ തുടങ്ങുന്ന പ്രതിഷ്ഠാകർമ്മം 30-ാം തീയതി അവസാനിക്കുമെങ്കിലും 2 ദിവസത്തിന് ശേഷം ഉത്സവം വരികയാണ്. ആ ഉത്സവം പൂർവാധികം ഭംഗിയോടുകൂടി വൻപിച്ച ഘോഷയാത്ര എന്ന് തുടങ്ങി മറ്റെല്ലാ കൂടിയാണ് ഇപ്രാവശ്യം ഉത്സവം കൊണ്ടാടുന്നത്. പ്രതിഷ്ഠ എന്നതുകൊണ്ട് ഒന്നും മാറ്റി നടത്താതെ എല്ലാം നല്ല രീതിയിൽ നടത്തുവാൻ ഇപ്രാവശ്യവും നമ്മൾ ശ്രമിക്കുന്നുണ്ട്. ഈ വരും നാളുകൾ ഈ എല്ലാ ഭക്തജനങ്ങളും ക്ഷേത്രത്തോടൊപ്പം ചേർന്ന് നിൽക്കണമെന്ന് ഉത്സവ കമ്മിറ്റിക്ക് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്. എനിക്ക് നല്ല വിശ്വാസമാണ് ദേവിയെ. എൻ്റെ മോനും ഞങ്ങളുടെ വീട്ടിലുള്ളവർക്കും ഈ പ്രദേശവാസികൾക്കും
എല്ലാം നല്ല വിശ്വാസമാണ്. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ 2-3 അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. നാരായണ, ദേവി നാരായണ. ഞാൻ അനീഷ്. ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ കമ്മിറ്റിയുടെ പ്രസിഡൻ്റാണ്. 3 വർഷം മുമ്പാണ് ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നത്. 12 വർഷം മുമ്പ് കെട്ടിയ ക്ഷേത്രമായിരുന്നു. നിർമ്മാണ സാമഗ്രികളുടെ അപര്യാപ്തത കൊണ്ട് ക്ഷേത്രത്തിന് ഒരു അപജയം സംഭവിച്ചു. അതുകൊണ്ട് ക്ഷേത്രം ആദ്യം അറ്റകുറ്റപ്പണികൾ ചെയ്യാനാണ് തീരുമാനിച്ചിരുന്നത്. അതിനുശേഷം തന്ത്രിയുടെ നിർദ്ദേശാനുസരണം പുനർനിർമ്മിക്കാൻ തീരുമാനിച്ചു. 3 വർഷത്തെയാണ് ഇതിൻ്റെ കാലാവധി എടുത്തിരുന്നത്. 3 വർഷം കൊണ്ട് ഇതിൻ്റെ കാലാവധി പൂർത്തീകരിക്കാൻ പറ്റി. അതിൽ നിർമ്മാണ കമ്മിറ്റി അംഗങ്ങളും ഉപദേശസമിതി അംഗങ്ങളും നാട്ടുകാരുടെ എല്ലാ സഹായ സഹകരണങ്ങളും കൊണ്ടാണ് ഭംഗിയായി പൂർത്തീകരിക്കാൻ പറ്റിയത്. അതിന് എനിക്ക് നാട്ടുകാരുടെ എല്ലാവർക്കും നന്ദിയുണ്ട്. തുടർന്ന് ഇതിന് ശേഷം വലിയ അമ്പലത്തിൻ്റെ പണികൾ ഉടനെ തുടങ്ങുന്നതാണ്. അത് ദേവസ്വം ബോർഡും കമ്മിറ്റിയും കൂടെ ചേർന്നുള്ള കോൺട്രിബ്യൂഷൻ വ്യവസ്ഥകളിൽ തുടങ്ങുന്നതായിരിക്കും. തുടർന്ന് എല്ലാവരും സഹായിക്കണമെന്നാണ് അഭ്യർത്ഥന. ഞാൻ 2007 ഒരു വീട് വെച്ച് അന്ന് തൊട്ട് ചാമ്പയെ പറ്റി കിടന്നതാ. ഇപ്പൊ അമ്മേരെ അമ്പലം വൃത്തിയായപ്പോഴത്തേക്ക് എൻ്റെ വീട് അടിപൊളിയായി. വലിയ വിശ്വാസമാണ് അമ്മ. എനിക്ക് നല്ല വിശ്വാസമാണ്. എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് എനിക്ക് വരാൻ പോണെങ്കിൽ തലേന്ന് എന്നെ അമ്മ അറിയിപ്പിക്കും. അമ്മേ നാരായണ, ദേവി നാരായണ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ വർക്കല സുധീഷ് കുമാർ. ഈ ക്ഷേത്രത്തിൽ, ചെന്തുപ്പിൽ ഭഗവതി ക്ഷേത്രത്തിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി തോറ്റമ്പാട്ട് ആശാനായിട്ട് അമ്മയുടെ തോറ്റമ്പാട്ട് അവതരിപ്പിക്കാനുള്ള ഭാഗ്യം എനിക്ക് അമ്മ നൽകുകയുണ്ടായി. എന്നോടൊപ്പം പാടുന്ന ചന്ദ്രൻ നായരും സതീഷ് കലയ്ക്കോടുമാണ്. ഇവിടെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വന്ന സമയത്ത് ഉണ്ടായിരുന്ന ക്ഷേത്രത്തിൽ നിന്നും ഇതാ ഇപ്പോൾ പുതിയ ഒരു ക്ഷേത്രമായി പണിത് ഈ നാട്ടുകാരുടെയും ക്ഷേത്ര നിർമ്മാണ ഭരണസമിതിയുടെയും ക്ഷേത്ര ഉപദേശക ഭരണസമിതിയുടെയും ഈ നാട്ടിലെ നല്ല കുറേ ഭക്തജനങ്ങളുടെ സഹായവും ഈ ക്ഷേത്ര നിർമ്മാണത്തിന് തീർച്ചയായും ഉണ്ടായിട്ടുണ്ട്. ഈ എല്ലാവർക്കും തന്നെ ദേവിയുടെ എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം നേരത്തെ നമ്മുടെ മേൽശാന്തി പറഞ്ഞതുപോലെ ഈ ദേശത്ത് ഇങ്ങനെ ഒരു ക്ഷേത്രമുണ്ടാകുന്നതിൻ്റെ നേട്ടം തീർച്ചയായിട്ടും ഇവിടെയുള്ള എല്ലാ ഭക്തജനങ്ങൾക്കും ഉണ്ടാകും എന്നുള്ള അനുഗ്രഹത്തോടെയും ആശീർവാദത്തോടെയും അമ്മയുടെ എല്ലാ അനുഗ്രഹവും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.
11 മണിക്കും 12 മണിക്കും ഇടയ്ക്കുള്ള മുഹൂർത്തത്തിൽ നമ്മുടെ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാകർമ്മങ്ങൾ നടക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ഇവിടെ ഇതിലുള്ള ഉപദേവാലയങ്ങളിൽ സ്ഥാപിക്കുവാനുള്ള ദേവതമാരുടെയും എല്ലാം ഉപദേവതകളുടെ എല്ലാം പ്രതിഷ്ഠകൾ ഇന്ന് രാവിലെ ചെങ്ങന്നൂരിൽ നിന്നും എടുത്ത് വെളുന്നന്നൂർ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന് വെളുന്നന്നൂരിൽ നിന്നും വലിയ നൂറുകണക്കിന് വാഹനങ്ങളുടെയും ഭക്തരുടെയും അകമ്പടിയോടുകൂടി വലിയ ഘോഷയാത്രയായി പകൽക്കുറി ക്ഷേത്രം, മഹാവിഷ്ണു ക്ഷേത്രം, അതോടൊപ്പം തന്നെ മണ്ഡപത്ത് നാഗരികാവ്, ചക്രമ്പള ശ്രീനാരായണ ഗുരുമന്ദിരം, വെള്ളൂർ ആയിരവല്ലി ക്ഷേത്രം, കാട്ടുപുറത്ത് കരളരിപ്പൊയ്ക കാവ്, അതോടൊപ്പം തന്നെ വിലവൂർക്കുണത്ത് അമ്മുമ്മ കാവ്, വേളമാനൂർ ഗുരുദേവ ക്ഷേത്രം, നമ്മുടെ വേളമാനൂർ തന്നെ അവിടുത്തെ മഹാക്ഷേത്രമായിട്ടുള്ള ഭഗവതി ക്ഷേത്രം, ഉത്തംവീട്ടിക്കാവ്, മേവനക്കോണം തിരുനട്ടറക്കാവ്, പാരിക്കൽ മാടൻകാവ്, അതോടൊപ്പം തന്നെ നമ്മുടെ ചെന്തിപ്പിൽ ചാവരുകാവ് എന്നീ ക്ഷേത്രങ്ങൾ സന്ദർശിച്ച് ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നൂറുകണക്കിനായിട്ടുള്ള ഭക്തജനങ്ങളുടെയും വാഹനങ്ങളുടെയും അകമ്പടിയോടുകൂടി ഈ വിഗ്രഹമെല്ലാം തന്നെ നമ്മുടെ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. 30-ാം തീയതി നാളെ മുതൽ അതിൻ്റെ പൂജാ കർമ്മങ്ങൾ ആരംഭിക്കും. 30-ാം തീയതി 11 മണിക്കും 12 മണിക്കും ഇടയ്ക്കുള്ള ശുഭമുഹൂർത്തത്തിൽ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ തന്ത്രി ബഹുമാന്യനായിട്ടുള്ള അക്കീരമൻ കാളിദാസ ഭട്ടതിരി അവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ഈ പ്രതിഷ്ഠാകർമ്മങ്ങൾ നടക്കുന്നത്. കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ് ഞാൻ. ഇവിടെ നിർമ്മാണ കമ്മിറ്റിയിലായിട്ട് ഈ ക്ഷേത്രം ചുട്ട് ഇതിന് ശേഷം അതിൻ്റേതായിട്ട് ഇവിടെ ഒരുപാട് പേര് നമുക്ക് തേക്കും തടിയിലാണ് ഇത് പണിഞ്ഞേക്കുന്നത്. ആ തേക്കും തടി നമുക്ക് ഒരുപാട് പേര് നേർച്ചയായിട്ട് തന്നതാണ്. പിന്നെ അതുപോലെ കൃഷ്ണശിലയിലാണ് ഇത് പണിഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ കൂട്ടായ്മയായിട്ട് നിർമ്മാണ കമ്മിറ്റി അതുപോലെ ചെമ്പ് പോലെ ഇവിടെ കുറച്ച് പേര് കൂടി നേർച്ചയായിട്ട് സമർപ്പിച്ചതാണ്. അപ്പം പിന്നെ നമ്മളൊരു കൂട്ടായ്മയായിട്ടാണ് ഇത് ഇതുവരെയൊക്കെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം എല്ലാ രീതിയിലും എല്ലാവരുടെയും സഹകരണം അതുപോലെ എല്ലാവരുടെ സഹായവും നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. നാട്ടുകാർ ഇതിനൊക്കെ വേണ്ടിയിട്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും നല്ല രീതി ചെയ്യുകയും നല്ല കണക്ക് നമ്മളോട് സഹകരിക്കുകയും ചെയ്തുകൊണ്ടാണ് ഇത് ഇത്രയും വിജയത്തിൽ കൊണ്ടുവരാൻ പറ്റിയത്. ഇപ്പോൾ നമ്മൾ പ്രതിഷ്ഠയുടെ ഒരു ഘട്ടം വരെ എത്തിയിരിക്കുകയാണ്. ഇതിൽ ഭയങ്കര സന്തോഷമാണുള്ളത്. കാരണം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒത്തൊരുമയോട് നിന്ന് എല്ലാവരുടെയും സഹകരണം കൊണ്ടാണ് ഇത് ഇത്രയും നടന്നത്. ഇനി പ്രത്യേകിച്ച് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ തേക്കെന്ന് പറഞ്ഞാൽ നമ്മൾ ഒറിജിനൽ കാതൽ മാത്രമേ എടുത്തിട്ടുള്ളൂ. അതെന്ന് പറഞ്ഞാൽ ഒരു 10-20 തേക്ക് നമുക്ക് സംഭാവന തന്നവരെ അത് നമുക്ക് ഒരിക്കലും ഒഴിച്ചു പറയാൻ വിടാൻ പറ്റത്തില്ല. എന്ന് പറഞ്ഞാൽ അത്രയേറെ സഹായമാണ് നമുക്ക് ചെയ്തത്. അതുപോലെ ചെമ്പോല നമുക്ക് നേർച്ചയായിട്ട് അവരൊരു ദീപു എന്ന് പറയുന്ന അവരും അവർക്കുള്ള കൂടെയുള്ള കുറച്ച് പേരും കൂടിയാണ് സഹായിച്ച് അതും എല്ലാം പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തു തന്നു. ഇത്രയും നല്ല രീതിയിലൊരു അമ്പലം പണിഞ്ഞ് കിട്ടി ഇത് ചെയ്തതിൽ ഭയങ്കരമായ സന്തോഷമാണ്. ഞാൻ എപ്പോഴും എൻ്റെ വീടിന് വേണ്ടി ചെന്തുപ്പിലമ്മയെ പ്രാർത്ഥിക്കാറുണ്ട്. എനിക്ക് പഠിത്തത്തിനും എല്ലാത്തിനും ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. നമ്മുടെ ക്ഷേത്രം എന്ന് വെച്ചാൽ പ്രത്യേകത, വിഗ്രഹത്തിൻ്റെ പ്രത്യേകത വെച്ചാൽ ഷടാധാര പ്രതിഷ്ഠ നടത്തി പ്രതിഷ്ഠ ചെയ്യുന്നൊരു ക്ഷേത്രമാണ് നമ്മുടെ ചെന്തുപ്പിൽ ഭദ്രകാളി ക്ഷേത്രം. ഷടാധാര പ്രതിഷ്ഠ നടത്തുന്ന ക്ഷേത്രങ്ങൾ അപൂർവമാണ്. അങ്ങനെ നടത്തുന്നതുകൊണ്ട് ക്ഷേത്രം വലിയ രീതിയിൽ ഒരു മഹാക്ഷേത്രമാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഈ മഹാക്ഷേത്രമാകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ഇതിനി അടുത്ത ഘട്ടം എന്ന് പറയുന്നത് നമുക്ക് ബലിക്കൽ പുര, ചുറ്റമ്പലം, അതേ കണക്ക് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. രണ്ടാം ഘട്ടമായിട്ടാണ് ഇത് നമ്മളത് ചെയ്യുന്നത്. ഇന്ന് തന്നെ ഇപ്പോഴും ദേവസ്വം ബോർഡിൻ്റെ പെർമിഷൻ മേടിക്കാനായിട്ട് നമ്മുടെ വരുൺ എന്ന് പറയുന്ന നമ്മുടെ ഇതിൻ്റെ കൂടെ ചേർന്ന് ഇപ്പോൾ നമ്മളെ കൂടെ നിൽക്കേണ്ട ഒരാളാണ്. ഇപ്പോഴും ബോർഡിൽ നിൽക്കുകയാണ്. അപ്പോൾ ഒരുപാട് പേരുടെ ഭക്തജനങ്ങളുടെ കൂട്ടായ്മയാണ് ഇതിനകത്ത് മികച്ചതായിട്ട് പറയാനുള്ളത്. അപ്പോൾ ഇനി രണ്ടാം ഘട്ടമായിട്ട് വരുന്ന കാര്യങ്ങൾക്ക് കൂടി, അതായത് നമ്മുടെ ചുറ്റമ്പലം, ബലിക്കൽ പുര, ശ്രീകോവിലിൻ്റെ പണിയെല്ലാം കഴിഞ്ഞു. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൂടി തിടപ്പള്ളി അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി എല്ലാ ഭക്തജനങ്ങളും ഇതുപോലെയുള്ള ഒരു സഹകരണവും ബാക്കി കാര്യങ്ങൾ രണ്ടാം ഘട്ടത്തിലും ഉണ്ടാവണമെന്ന് മാത്രം പറയുന്നു. എല്ലാ ഭക്തജനങ്ങൾക്കും, നാട്ടിലുള്ള എല്ലാ ഭക്തജനങ്ങൾക്കും ദേവിയുടെ എല്ലാവിധ അനുഗ്രഹവും ആശീർവാദങ്ങളും കൃപാകടാക്ഷങ്ങളും ഉണ്ടാകട്ടെ എന്ന് ദേവീനാമത്തിൽ പ്രാർത്ഥിക്കുന്നു.